നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോച്ച് ഓർഗെ ഹീസസിൻ്റെ ആവശ്യപ്രകാരം അൽ നസർ ഒരു യുവതാരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ്. മറ്റാരുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന റൂമർ തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇറാഖിൻ്റെ ടാലൻറ്റഡ് പ്ലെയർ ആയിട്ടുള്ള ഹൈദർ അബ്ദുൽ കരീമിനെയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അൽ ജ്വാറയിൽ നിന്ന് താരത്തെ സ്വന്തമാക്കി മെഡിക്കലും കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനയാണ്. ഓർഗെ ഹീസസിനാണ് അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കണമെന്ന് വലിയ താല്പര്യമുണ്ടായിരുന്നത്. മാനേജ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ താല്പര്യമനുസരിച്ച് കാര്യങ്ങൾ നീക്കി. ഇപ്പോൾ ഹൈദർ അബ്ദുൽ കരീമിനെ അൽ നസർ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് മികച്ച സൈനിങ് ആണോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആരാധകർ ചോദിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ഹൈദർ അബ്ദുൽ കരീം. മാത്രമല്ല, ഇപ്പം മിഡിൽ ഈസ്റ്റ് വലിയ രൂപത്തിൽ വളർന്നു വരുന്ന ഒരു താരമായിട്ട് കണക്കാക്കപ്പെടുന്ന കളിക്കാരനാണ്. 21 വയസ്സേ ഉള്ളൂ. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പറ്റുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഫോർവേഡായിട്ടും കളിക്കാൻ പറ്റും. മിഡ്ഫീൽഡ് അല്ലെങ്കിൽ സെൻറ്റർ ഫോർവേഡ് എന്ന രൂപത്തിൽ അക്രോസ് ദി ഫോർവേഡ് പൊസിഷനുകളിൽ അദ്ദേഹത്തിന് അറ്റാക്കിങ്ങിൽ കളിക്കാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ആ വേഴ്സിറ്റാലിറ്റി തന്നെയാണ് ഒരു പക്ഷേ ഓർഗെ ഹീസസിനെ ആകർഷിച്ചത്. പിന്നെ ഏതാണ്ട് ഒരു 2.5 വർഷക്കാലത്തേക്കുള്ള ഡീലാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് മറ്റ് സോഴ്സുകൾ നൽകുന്ന വിവരം. 2008 വരെ താരം ക്ലബിലുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അണ്ടർ 21 പ്ലെയറായിട്ടോ ഹോം ഗ്രോൺ പ്ലെയറായിട്ടോ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുമെന്നാണ്. അങ്ങനെയെങ്കിൽ വിദേശ താരത്തിൻ്റെ സ്ലോട്ട് സാക്രിഫൈസ് ചെയ്യാതെ തന്നെ താരത്തെ ടീമിൽ ഉൾപ്പെടുത്താനും പറ്റും. ഓർഗെ ഹീസസ് AFC ചാമ്പ്യൻസ് ലീഗ് 2 താരത്തിൻ്റെ പെർഫോമൻസ് കണ്ട് ഇംപ്രസ്ഡ് ആയിട്ടാണ് താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അൽ നസർ ആ താരത്തെ ഇറാഖി ടാലൻറ്റിനെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.